നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധവുമായി SFI. കൊല്ലം നിലമേലിലാണ് ഗവർണർക്കെതിരെ SFI കരിങ്കൊടി കാണിച്ച് രംഗത്തെത്തിയത്. 50-ലധികം SFI പ്രവർത്തകരാണ് ഗവർണർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിന് നിലമേലിൽ എത്തിയത്. അതേസമയം SFI പ്രതിഷേധത്തിൽ പ്രകോപിതനായ ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പ്രതിഷേധത്തിൽ സുരക്ഷയൊരുക്കിയില്ല എന്നാരോപിച്ച് പോലീസിനെ ശകാരിച്ച ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ തന്നെ നിൽക്കുകയാണ്. ഇതിനുശേഷം സമീപത്തെ കടയിൽ കയറി ഗവർണർ വെള്ളം കുടിക്കുകയും വീണ്ടും പോലീസിനെ ശകാരിക്കുകയുമായിരുന്നു. ഇതിനിടെ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്നത് പോലീസാണെന്നും അവർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ലെന്നും പറഞ്ഞാണ് ഗവർണർ കാറിൽ കയറാൻ കൂട്ടാക്കാതിരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്കും ഫോൺ ചെയ്യാനും സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തണമെന്നും ഗവർണർ പേഴ്സണൽ സ്റ്റാഫിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കരിങ്കൊടി കാണിക്കുന്നുവെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് SFI പ്രവർത്തകരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന് ഗവർണർ പോലീസിനോട് ചോദിച്ചു. എന്നാൽ പ്രതിഷേധത്തിനെത്തിയ 12 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ 50-ലധികം പേർ പ്രതിഷേധത്തിന് വന്നിരുന്നു എന്നായിരുന്നു ഗവർണറുടെ മറുപടി. ഇതേസമയം മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചു ചോദിച്ചു. പോലീസ് തന്നെ നിയമം ലംഘിക്കുകയാണെങ്കിൽ ആരാണത് പാലിക്കുകയെന്ന് ഗവർണർ ചോദിച്ചു. ഗവർണർ ഗോ ബാക്ക് മുദ്രാവാക്യമുയർത്തി ബാനറുമായാണ് SFI പ്രവർത്തകർ എത്തിയത്. കൊട്ടാരക്കരക്കടുത്തുള്ള സദാനന്ദപുരത്ത് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പരിപാടി നടക്കുന്നിടത്ത് നിന്നും 10 കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു പ്രതിഷേധം. നേരത്തെ പാലക്കാടും തിരുവനന്തപുരത്തും സമാന സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം പ്രതിഷേധക്കാർ എന്ന പേരിൽ തന്നെ ആക്രമിച്ചവർ SFI പ്രവർത്തകരല്ലെന്നും അവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂലിക്കാരാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. പോലീസ് മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സംസ്ഥാനത്ത് നിയമലംഘനം പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ ആരോപിച്ചു. പോലീസുകാരെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. പ്രതിഷേധമെന്ന പേരിൽ എന്നെ ആക്രമിക്കാനും പോലീസ് പ്രതികരിക്കരുത് എന്ന് നിർദ്ദേശം നൽകുന്നതും മുഖ്യമന്ത്രിയാണ്. പ്രതിഷേധങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല, എന്നാൽ കൊടികൾ ഉപയോഗിച്ച് കാറിലടിച്ചപ്പോഴാണ് പ്രതികരിച്ചത്, ഗവർണർ പറഞ്ഞു. പ്രതിഷേധക്കാർ എന്ന് പറഞ്ഞെത്തിയവരിൽ ക്രിമിനൽ കേസുകളിലെ പ്രതികൾ അടക്കമുണ്ടെന്നും അവരെ സംരക്ഷിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ ആരോപിച്ചു. അവർ പാർട്ടിയുടെ കൂലിക്കാരാണെന്നും പ്രതിഷേധം കഴിഞ്ഞ് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കൂലി കിട്ടുമെന്നും ഗവർണർ പറഞ്ഞു. 17 പേർക്കെതിരെയാണ് പോലീസിന്റെ FIR. എന്നാൽ ഇവിടെ പ്രതിഷേധക്കാരായി 50-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. പ്രതിഷേധക്കാരെക്കാൾ കൂടുതൽ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ പിരിച്ചുവിടാൻ കഴിയാതിരുന്നത്? മുഖ്യമന്ത്രിയായിരുന്നു ഈ വഴി പോകേണ്ടിയിരുന്നതെങ്കിൽ പോലീസ് ഇത്തരത്തിൽ നിഷ്ക്രിയരായി ഇരിക്കുമായിരുന്നോ? ഗവർണർ ചോദിച്ചു. തന്റെ പ്രതിഷേധം ഏതെങ്കിലും പാർട്ടിക്കോ വ്യക്തികൾക്കോ എതിരല്ലെന്നും മറിച്ച് ഒരു സംസ്ഥാനത്തിന്റെ കുത്തഴിഞ്ഞ ഭരണ സംവിധാനത്തിനെതിരാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. പ്രതിഷേധങ്ങൾക്ക് താൻ എതിരല്ലെന്നും കാർ ആക്രമിച്ചതുകൊണ്ടാണ് പുറത്തിറങ്ങി പ്രതികരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. താൻ പ്രതിഷേധിക്കുകയായിരുന്നില്ല എന്നും അക്രമികൾക്കെതിരെ കേസെടുക്കാനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും ഗവർണർ വ്യക്തമാക്കി.